നമ്മൾ വരുമാനത്തിൽ നിന്ന് 50 ആയിക്കോട്ടെ 100 ആയിക്കോട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റി വെച്ച് ഇതുപോലെയുള്ള കുട്ടികൾക്ക് വേണ്ടി ചെയ്യാം. അതിന് ദൈവാനുഗ്രഹം നമുക്കുണ്ടാവും. 1 വയസ്സുള്ളപ്പോഴാണ് ഹസ്ബൻഡ് മരിക്കുന്നത്. ഓക്കെ ചേച്ചി കരയച്ച് ദൈവം തുണ ഉണ്ടാവും നമുക്ക്. ബാവക്കുട്ടിയെ ഹലോ നമസ്കാരം. അച്ചായൻസ് കോളേജ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർക്കിച്ചൻ. നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്ന എറണാകുളം ജില്ലയിലെ ആലുവ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ വന്നിരിക്കുന്നത് ഒരു അപൂർവ രോഗം, അതായത് സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന ഒരു അപൂർവ രോഗം ബാധിച്ച ഒരു കുഞ്ഞിനെ കാണാനാണ്. അതിലുപരി ഹസ്ബൻഡ് മരിച്ചുപോയി, ഒരമ്മയും അമ്മൂമ്മയും മാത്രമാണ് ഈ കുഞ്ഞിനെ നോക്കുന്നത്. അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അറിയാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഇത്രയും ദൂരം ഓടി വന്നത്. നമുക്കായാലും കുടുംബത്തെ ഇപ്പോൾ പരിചയപ്പെടാം. ഇതാണ് നമ്മൾ പറഞ്ഞ കുട്ടി. വാവേ ഇങ്ങോട്ട് നോക്കിക്കടാ. കണ്ണിന് കാഴ്ചയില്ല, ഫിറ്റ്സും കൂടെ വരുന്ന കുട്ടി അല്ലേ? കണ്ണിന് കാഴ്ചയില്ല, ഫിറ്റ്സും ഉണ്ട് അല്ലേ? കിടന്ന കിടപ്പ് തന്നെ ഫുൾ ടൈം അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെയാണ് കൊച്ചിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഹസ്ബൻഡ് വെച്ചാൽ ഇന്നേക്ക് 4 വർഷം. ഇന്നാണ് 4 വർഷം അല്ലേ? ഓക്കെ. കരയാ കുഞ്ഞിന് 1 വയസ്സപ്പോ ഹസ്ബൻഡ് മരിച്ചു അല്ലേ? ചേച്ചി കരയച്ച് ദൈവം തുണ ഉണ്ടാവും നമുക്ക്. നമ്മൾ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അതങ്ങനെയാണ് ജീവിതം എന്ന് പറയുന്നത്. പല സംഭവങ്ങൾ. കാരണം കോട്ടയത്ത് നിന്ന് ഞാൻ ഇവിടം വരെ ഓടി എത്തണമെങ്കിൽ ഓർത്താൽ മതി, ദൈവം എന്ന് പറയുന്ന ആള് എവിടെയോ നമ്മളെ ഒരുപക്ഷെ, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഈ വീട്ടിലെത്തില്ല. പക്ഷെ ദൈവം നിയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീട്ടിലെത്തിയത്, നിങ്ങളെ കാണാൻ പറ്റിയത്. പല സ്ഥലങ്ങളും പോകാറുണ്ട്, നിങ്ങൾ കാണാറുണ്ടായിരിക്കും പല സ്ഥലങ്ങളും. പക്ഷെ ഇന്ന് എനിക്ക് സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ ആലുവ വരെ എത്തി ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. കാരണം നിങ്ങളെ ഈ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. അപ്പൊ എപ്പോഴും കുഞ്ഞാവ ഇങ്ങനെ കിടക്കുവാണോ? കിടക്കും അല്ലേ? ഭക്ഷണം കഴിക്കാനും ബുദ്ധിമുട്ടല്ലേ? നോക്കുന്നുണ്ട് പക്ഷെ കാഴ്ചയില്ല അല്ലേ? ചിരിക്കുന്നുണ്ട് അല്ലേ? ഫുഡ് കഴിക്കാൻ പാടാണ്. അപ്പൊ സർജറി പറഞ്ഞിരിക്കോ ഡോക്ടർ അല്ലേ? എനിക്ക് ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് തോന്നുന്നത് ഇന്ന് ചേട്ടൻ മരിച്ചിട്ട് അല്ലേ 5 വർഷം അല്ലേ? 5 അല്ല 4 വർഷമോ? 5 വർഷം തികഞ്ഞ ദിവസം തന്നെ എനിക്ക് ഇവിടെ പറ്റി. ഒരുപക്ഷെ ചേട്ടൻ ദൈവത്തിന്റെ എന്ന് വെച്ചാൽ ചേട്ടൻ തന്നെ നിയോഗിച്ച് ചിലപ്പോൾ ഞാൻ ഇവിടെ വന്നായിരിക്കും. ചേട്ടന്റെ പ്രാർത്ഥനയായിരിക്കും ഞാൻ ഇവിടെ എത്തിയത്. അതിന് തന്നെ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. നമ്മൾ ഇപ്പോൾ ഒരു ചേച്ചിക്ക് ഒരു ഫണ്ട് നമ്മൾ തരുന്നുണ്ട്, നമ്മളെ കൊണ്ട് പറ്റാം. പിന്നെ ജനം കാണുന്നുണ്ട്, ജനങ്ങൾ ഒത്തിരി പേര് കാണുന്നുണ്ട് ചേച്ചിയുടെ ബുദ്ധിമുട്ട്. ഒരു വിധവയായിട്ട് ചേച്ചി ജീവിക്കുമ്പോൾ ചേച്ചിയുടെ ബുദ്ധിമുട്ടുകൾ ദൈവം കാണുന്നുണ്ട്, നമ്മുടെ പൊതുസമൂഹവും കാണുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ കോട്ടയത്ത് നിന്ന് ഇവിടം വരെ എത്തിയത്. അപ്പം ചേച്ചിക്ക് വേണ്ട ഫണ്ട് ഞാനും സഹായിക്കാം, ബാക്കി ജനങ്ങളും സഹായിക്കും കേട്ടോ. കരയണ്ട, നമുക്ക് ദൈവം ഉണ്ടല്ലോ. നിങ്ങൾ ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞാവ എല്ലാവരും കൂട്ടാ. ഓക്കെ, മോളെ ഒന്ന് എടുക്കാവോ? ബാവക്കുട്ടിയെ ചിരിച്ച ബാവാ, ചിരിച്ചേ. അച്ഛനെ കാണിച്ച് ചിരിച്ചേ. പേരെന്നാ കുഞ്ഞിന്റെ? ഹൃദയക്കുട്ടി ചിരിച്ച അച്ഛനെ നോക്കി ചിരിച്ച ഹൃദയക്കുട്ടി. കണ്ട എന്റെ പൊന്ന് ചിരിക്കുന്നത്, എന്റെ കുഞ്ഞാ ചിരിക്കുന്ന കണ്ടോ നിങ്ങളെല്ലാം. ഇതാണ് ഇന്ന് ഈ കൊച്ചിന്റെ അച്ഛൻ മരിച്ചിട്ട് 5 വർഷമായി. നമുക്ക് ഇന്ന് ഇവിടെ എത്താൻ പറ്റി, കൊച്ചിനെ കാണാൻ പറ്റി. ഹൃദയക്കുട്ടി അച്ഛനെ നോക്കി ചിരിച്ചു അല്ലേ ബാവച്ചി? ഉമ്മ കേട്ടോ, ഉമ്മ. കണ്ടോ ഹൃദയക്കുട്ടി അച്ഛനെ നോക്കുന്ന കണ്ടോ? എല്ലാരും കണ്ടോ? ദൈവം അനുഗ്രഹിക്കട്ടെ മോളെ നല്ല ദൈവം ഉടനെ തന്നെ എണീപ്പിച്ച് നടത്തും കേട്ടോ. ചേച്ചിക്കാരേണ്ട ചേച്ചി എല്ലാം ദൈവം കാണുന്നുണ്ട്. നമ്മൾ പറയുന്നല്ലോ, നമ്മൾ കേരളത്തിലെ എല്ലാ മനുഷ്യരും ഒന്നാന്ന് കരുതുന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എറണാകുളത്ത് എത്തിയത്. ഒരുപക്ഷെ എനിക്ക് കോട്ടയം ജില്ല മാത്രം ചെയ്താൽ മതി, അതല്ല ഞാൻ നോക്കുന്നത്. കോട്ടയം ജില്ലക്കാർ എല്ലാവരും ചെന്ന് എല്ലാവരും ഒരേപോലെ, എല്ലാവരും നമ്മുടെ സഹോദരിമാരും വന്ന് കണ്ട് തന്നെയാണ് ഞാൻ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുന്നത്. അതിന് ദൈവം എന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് തന്നെ ഞാൻ ചാലക്കുടിക്കും പോവാണ്, ചാലക്കുടിയിലും ചെയ്യാൻ എനിക്ക് സന്തോഷമുണ്ട്. ഓരോ സ്ഥലങ്ങളിലും
കാരണം നമ്മുടെ വരുമാനത്തിൽ നിന്ന് ചെയ്യുമ്പോൾ ദൈവം മുന്നേ പറഞ്ഞ പോലെ ഒരുപക്ഷെ നിങ്ങളൊന്നും എന്റെ കസ്റ്റമറായിട്ട് എത്തില്ല എന്ന് എനിക്കറിയാം. പക്ഷെ കസ്റ്റമറായിട്ട് എത്താനോ അല്ലെങ്കിൽ നിങ്ങളുടെ നിന്ന് ഒരു വരുമാനം കിട്ടാനോ അല്ല ഞാൻ ഇവിടം വരെ വന്നത്. കാരണം നമ്മുടെ കോട്ടയംകാര് എനിക്കുണ്ട്, എന്നും എൻ്റെ കൂടെ ഉണ്ട്. അവര് മതി എനിക്ക്, അവര് മതി, തരുന്നത് മതി എനിക്ക്. പല ജില്ലകളിലും ചെയ്യാൻ പറ്റും. എന്നും നിങ്ങളുടെ പ്രാർത്ഥനകൾ മാത്രം എനിക്ക് തരിക. നമ്മൾ മുന്നോട്ട് പല കാര്യങ്ങളും ചെയ്യുന്നതിന് നിങ്ങൾ സപ്പോർട്ടും ചെയ്യുക. അപ്പം ഹൃദയക്കുട്ടിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം ഞാനൊരു ഫണ്ട് ഇപ്പം എൻ്റെ വകയായിട്ട് ഒരു ഫണ്ട് ഞാൻ ഇപ്പം കൈമാറുകയാണ്. ഓക്കെ, ഈ ഫണ്ട് ചേച്ചി മേടിക്കുക, സന്തോഷത്തോടെ മേടിക്കുക, കൈപിടിച്ചു സന്തോഷത്തോടെ മേടിക്കുക. ഇനി ബാക്കി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളുക. എപ്പം വേണമെങ്കിൽ ചേച്ചിക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം കേട്ടോ. അപ്പം ദൈവം അനുഗ്രഹിക്കട്ടെ. മുന്നോട്ട് എല്ലാം നല്ല ഭാവങ്ങളും എല്ലാം നല്ല രീതിയിൽ പോട്ടെ. ദൈവം അനുഗ്രഹിച്ചോളും. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഇവിടുത്തെ ഹൃദയക്കുട്ടിയുടെ കാര്യങ്ങളെല്ലാം കണ്ടു. നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളും കുറേ കാര്യങ്ങൾ നമ്മൾ വരുമാനത്തിൽ നിന്ന് 50 ആയിക്കോട്ടെ 100 ആയിക്കോട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റിവെച്ച് ഇതുപോലെയുള്ള കുട്ടികൾക്ക് വേണ്ടി ചെയ്യുക. അതിന് ദൈവാനുഗ്രഹം നമുക്കുണ്ടാവും. നിങ്ങൾക്കറിയാലോ, ഇങ്ങനെ സമൂഹത്തിൽ അവസ്ഥകളുള്ളവരെ ആരും മൈൻഡ് ചെയ്യാറില്ല, ആരും മനസ്സിലാക്കാറില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഓടി വന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ രൂപത്തിൽ എന്ന് പറയുന്ന പോലെ നിങ്ങളും എന്തെങ്കിലും ചെയ്യും. ഓക്കെ, അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നിടം വരെ ബൈ ബൈ. ടോണി വർദ്ധിച്ചു.